ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹർത്താൽ ദിനാശംസകൾ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലോ? ആദ്യം ഒരു വീഡിയോ കാണാം. അവിടെ തുറന്നു വെച്ച കട അടപ്പിക്കാൻ സമരാനുകൂലികൾ ശ്രമിക്കുന്നതാണ് തത്സമയം കാണുന്നത്. സ്വന്തം സഹോദരനായിരുന്നു ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ഈ കട തുറന്നു വയ്ക്കുമായിരുന്നു എന്നതാണ് സമരാനുകൂലികളുടെ ചോദ്യം. ഈ ഹർത്താൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കോടതി വരെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് സ്വയം പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്നും പറഞ്ഞ് മറ്റുള്ളവരെ നിർബന്ധിക്കാൻ പാടില്ല. അതായത് ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താനും പാടില്ല. ഒരാളൊരു ഷോപ്പ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് നിർബന്ധപൂർവ്വം അടയ്ക്കാനും അടപ്പിക്കാനും ഒന്നും പാടില്ല. ഈ ഹർത്താൽ അനുകൂലികൾ ചോദിച്ചൊരു ചോദ്യമാണ്, നിന്റെ സഹോദരനാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ നീ ഷോപ്പ് തുറന്നു വെക്കുമോടാന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കണം. അതായത് എൻ്റെ ആരെങ്കിലുമാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ ഞാൻ ഷോപ്പ് തുറന്നു വെക്കത്തില്ല, പക്ഷേ മറ്റുള്ളവർ തുറക്കാനും പാടില്ല എന്ന് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് ഈ നിതിൻ രാജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മരണത്തിൽ സർക്കാർ ഇടപെടുന്നില്ല, ധനസഹായം നൽകുന്നില്ല, അതാണല്ലോ. അപ്പോൾ അത് എനിക്ക് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് പ്രതിഷേധിക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സ്വയം എൻ്റെ കടയടച്ചിടും. ഞാൻ സ്വയം ജോലിക്ക് പോകാതിരിക്കും. അതായത് എനിക്ക് സ്വയം തോന്നണം, അല്ലാതെ കണ്ട് എന്നെക്കൊണ്ട് ആരും ചെയ്യിപ്പിക്കാൻ, നിർബന്ധപൂർവ്വം ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഷോപ്പിനകത്തോട്ട് നോക്കി എന്തുമാത്രം പലഹാരങ്ങളാ ചില്ലുകൂട്ടിലിരിക്കുന്നതെന്ന്. ഈ പലഹാരത്തിനൊക്കെ ആരും ഉത്തരവാദിത്തം പറയും? ഇത് പോകില്ലേ? അത് കേടായി പോകില്ലേ? എത്ര രൂപയുടെ സാധനം അവിടെ ഇരിക്കുന്നത്? പറയേണ്ടവർക്ക് വന്ന് പറഞ്ഞിട്ട് അടയ്ക്കടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷേ ഇതിനൊക്കെ ആരും ഉത്തരവാദിത്തം പറയും? ശരിക്കും പറഞ്ഞാൽ ഈ ഹർത്താലാനുകൂലികൾ മൂലം ഇങ്ങനെ നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഇതിനുള്ള പണം ഈടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഏത് സംഘടനയോ ഏത് രാഷ്ട്രീയ പാർട്ടിയോ നടത്തുന്ന ഹർത്താലാണെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഇതിനൊക്കെ ജനങ്ങൾ എന്ത് തെറ്റിയതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ജനങ്ങളെ എന്തിനാണ് തടഞ്ഞു വെക്കുന്നത്? ഇപ്പോൾ ഈ നിതിൻ രാജിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ പയ്യൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്നപോലെ അധ്യാപകരാണെന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അധ്യാപകരെ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ മന്ത്രിമാരെ, MLA മാരെ, പഞ്ചായത്ത് മെമ്പറെ, അവരെയൊക്കെ തടഞ്ഞു വെച്ചോളൂ. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞാൽ ഇച്ചിരി ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇനി പോലീസുകാർ നടപടി എടുക്കുന്നില്ലേ, പോയി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ കണ്ട് സാധാരണ ജനങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കാനാണ്? അവൻ്റെ ഒരു ദിവസത്തെ വരുമാനം അങ്ങ് പോയി കിട്ടും. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് മതസംഘടനയാണെന്ന് പറഞ്ഞാലും ഇവിടെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഇമാതിരി പരിപാടി വേണ്ട. കോടതി നിർദ്ദേശിക്കുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹർത്താൽ നടത്താം. അതായത് നിങ്ങൾക്ക് സ്വയം പ്രതിഷേധിക്കാം, അല്ലാതെ മറ്റുള്ളവരെ തടയാൻ അവകാശമില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ കോടതി പോലും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഈ ഹർത്താൽ നടത്തുന്നത് കൂടുതലും സർക്കാരിനെതിരെയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മന്ത്രിക്കോ ഒരു MLA-ക്കോ എന്തിന് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പോലും ഇന്നത്തെ ദിവസം ഒന്നും സംഭവിക്കത്തില്ല. അതായത് ഹർത്താൽ നടത്തുന്ന ദിവസം ഒരു പ്രശ്നവുമില്ല അവരെ സംബന്ധിച്ച്. അവരുടെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ ഇന്നത്തെ ദിവസം ഒന്നും ബാധിക്കുന്നതേയില്ല. അതേസമയം ഈ ഹർത്താലിൻ്റെ പരിണിത ഫലങ്ങൾ മൊത്തം അനുഭവിക്കുന്ന ആരാ? നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ. നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? ഇതിപ്പോൾ ഈ നിതിൻ രാജിൻ്റെ ഇപ്പോൾ ഈ ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഈ ഹർത്താലിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. പൊതുവെ എല്ലാ ഹർത്താലും എങ്ങനെയാണ്? ഒരു മന്ത്രിക്കോ ഒരു MLA-ക്കോ ആർക്കും യാതൊരു കുഴപ്പമില്ല, അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് മൊത്തം അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളും. നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഏത് സംഘടനയ്ക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു ഹർത്താൽ നടത്താം. ഇനി പുതുതായിട്ടൊരു സംഘടന ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നാളെ ഹർത്താൽ നടത്താം. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താം, ഷോപ്പുകളൊക്കെ അടയ്ക്കാം, എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. എന്താ അവസ്ഥ?